ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് ഇസ്രായേലിൻ്റെ ഈ മണ്ണിലാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദ, മുസ്ലിം, ക്രിസ്ത്യൻ മതങ്ങളുടെ സംഗമഭൂമിയാണിവിടം. ലോക ജനസംഖ്യയുടെ 60% വരുന്ന വിശ്വാസികൾ ഈ സിയോൺ പ്രദേശത്തെ വിശുദ്ധ ഭൂമിയായി കണക്കാക്കുന്നു. ഇവിടുത്തെ മണൽത്തരികൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും മറ്റനേകം പ്രവാചക വിശുദ്ധന്മാരുടെയും പാദസ്പർശമേറ്റ് പുണ്യപ്പെട്ടതാണ്. ഇവിടുത്തെ മലകളിലും മരുഭൂമികളിലുമാണ് ദൈവം മനുഷ്യർക്ക് മുന്നിൽ പലവട്ടം പ്രത്യക്ഷപ്പെട്ടത്. ലോകപാപങ്ങളുടെ പൊറുതിക്കായി തൻ്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഏറ്റവും യോഗ്യസ്ഥാനമായി ദൈവമായ പിതാവ് തിരഞ്ഞെടുത്തത് ഈ വാഗ്ദത്ത ഭൂമിയാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഭൂഭാഗത്തിലൂടെ നമുക്കൊരു യാത്ര പോകാം. ഇത് വെറുമൊരു യാത്രയല്ല, പാപഭാരങ്ങളുടെ ചുമടിറക്കാനുള്ള തീർത്ഥാടനമാണ്. നാം ഇവിടെ വയ്ക്കുന്ന ഓരോ ചുവടും സ്വർഗയാത്രയിലേക്കുള്ള ഈടുവയ്പ്പുകളാണ്. ഇവിടെ നാം സഞ്ചരിക്കുന്നത് കാലത്തിലൂടെയാണ്, പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞ മനസ്സും ഹൃദയവുമായി സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിലേക്ക്.